എല്ലാവർക്കും നമസ്തേ. മുൻ ജഡ്ജിയുടെ പേരിലെ കേസ് നീതിന്യായ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ ബാധിക്കും എന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഒരു വിധി, ഒരു അഭിപ്രായം വന്നിരുന്നു. ഇത് ഈ പാതിവില തട്ടിപ്പ് കേസിൽ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജി ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് എടുത്ത കേസുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പരാമർശമാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഈ രീതിയിൽ നടത്തിയത്. ശരിയാണ്, ഒരു റിട്ടയർഡ് ജഡ്ജിയുടെ അല്ലെ ജഡ്ജിയുടെ പേരിലുള്ള ഇതേപോലുള്ള കേസോ ആരോപണങ്ങളോ വന്നാൽ അത് തീർച്ചയായും നീതിന്യായ സംവിധാനങ്ങളുടെ വിശ്വാസ്യതയെ അത് ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജഡ്ജിമാരും ഇങ്ങനെ തട്ടിപ്പുകളിൽ, മുൻ ജഡ്ജിമാർ തട്ടിപ്പുകളിൽ പങ്കാളികളാവുകയാണെങ്കിൽ അവർ ജോലിയിലിരുന്ന് അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ അവരെന്തുമാത്രം സത്യസന്ധരായിരുന്നു എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടുണ്ടാകും. അത് ശരിയായിട്ടുള്ള നിരീക്ഷണമാണ്. പക്ഷേ ഒരു കാര്യം, ഈ കോടതി ഈ പരാമർശം നടത്തിയ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു കാര്യം ഒരു സാധാരണ പൗരനെന്നുള്ള നിലയ്ക്ക് എനിക്കറിയാൻ താല്പര്യമുണ്ട്. കാരണം എത്രയോ നിരപരാധികളായ പൗരന്മാർക്ക് എതിരെ പോലീസുകാർ കള്ളക്കേസുകൾ എടുക്കാറുണ്ട്. ആ കള്ളക്കേസുകൾ കോടതിയുടെ മുന്നിൽ വരുമ്പോൾ പോലീസ് കൊടുക്കുന്ന ആ റിപ്പോർട്ട് അനുസരിച്ച്, FIR അനുസരിച്ച് എത്രയോ പേരെ കോടതികൾ റിമാൻഡ് ചെയ്യാറുണ്ട്. 2 ആഴ്ചയൊക്കെ റിമാൻഡിൽ കിടന്നതിന് ശേഷം ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് എത്രയോ പേര് ഈ കേസുമായിട്ടൊരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ പല കേസുകളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഒരു മുൻ ജഡ്ജിക്ക് ലഭിക്കുന്ന അതേ നിയമപരിരക്ഷ ഒരു സാധാരണ പൗരന് ലഭിക്കേണ്ടതല്ലേ? അതിനെക്കുറിച്ചും കോടതി അഭിപ്രായം പറയുന്നത് നന്നായിരിക്കും. ഇനി മുന്നോട്ടാണെന്നുണ്ടെങ്കിലും ഈ പൗരന്മാരുടെ പേരിലാണേലും ഇതേപോലുള്ള കേസുകൾ വന്നു കഴിയുമ്പോൾ കോടതി ആ ആളിനെ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതേപോലുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുന്നത് അല്ലേ യഥാർത്ഥ നീതിന്യായ സംവിധാനം? അവിടെയല്ലേ നീതിയുടെ വിജയം? അതല്ലേ നീതിദേവത നിഷ്പക്ഷമായി കേസുകൾ പരിഗണിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയും? അതല്ലാതെ സാധാരണ പൗരന്മാരുടെ പേരിൽ എന്തെങ്കിലും കേസ് വന്നാൽ പോലീസുകാർ കെട്ടിച്ചമച്ചതാകട്ടെ പല സ്വാധീനങ്ങൾക്ക് വഴങ്ങി സാമ്പത്തികമായിട്ടും അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദങ്ങൾ കാരണമൊക്കെ എത്രയോ നിരപരാധികളെ പോലീസുകാർ പ്രതികളാക്കുന്നു. വെറും നീതി നിഷേധം എത്രയോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട്. ഈ കേസുകൾ കോടതിയുടെ മുന്നിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതേ മാനദണ്ഡം കോടതികൾ സാധാരണ പൗരന്മാരുടെ കേസുകളിലും പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. അതാണ് നീതി നിയമ വാഴ്ചയുടെ വിജയവും സത്യസന്ധതയും കോടതികളിലെ ജനങ്ങൾക്കുള്ള സത്യസന്ധതയ്ക്ക് നിദാനമായി വേണ്ടതും. ഇത്രയും മാത്രമാണ് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ സംശയങ്ങൾ പൊതുജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ബെൽ ബട്ടണും അമർത്തുക.